പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിൽ ദൈവം ഇടയാക്കിയതിനെ ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവായ യേശുവിന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥത്തെ മാറ്റിയത്. അതായത് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ഒരു ദിശയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യത്തോടെ, ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കാം അറിയാതെ ആയിരിക്കാം, ഒരു ലക്ഷ്യത്തോടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ലക്ഷ്യം നമ്മുടെ കഴിവ് കൊണ്ടും പ്രാപ്തി കൊണ്ടും എത്തിച്ചേരുവാൻ കഴിയുന്നതല്ല. അവിടെ നമ്മെ എത്തിച്ചേർക്കുവാനായിട്ട് കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കുന്നു. അത് അവന്റെ സ്നേഹത്താൽ തികഞ്ഞൊരു കാര്യമാണ്. രണ്ട്, നമ്മൾ വഴിതെറ്റി പോയിരുന്നപ്പോ നമ്മളെ ശരിയായ ദിശയിലേക്ക് നയിച്ചു, നമ്മളെ ആ ശരിയായ ദർശനത്തിലേക്ക്, നമ്മുടെ ശരിയായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ച്, അതും പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പൊ കർത്താവിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ, റോമാലേഖനം 5-ാം വാക്യം പറയുന്നത്, പരിശുദ്ധാത്മാവിലൂടെ ദൈവ സ്നേഹം നമ്മുടെ ഉള്ളിൽ പകരപ്പെട്ടിരിക്കുക. നമ്മൾ ആരെങ്കിലും സ്നേഹിക്കുന്നെങ്കിൽ അതിന് കാരണം നമ്മുടെ അകത്തുള്ള സ്നേഹം എന്ന് പറയുന്നത് സ്വഭാവമല്ല, നമ്മുടെ അകത്ത് പകരപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ്. നമ്മളില് കർത്താവിനോടുള്ള ഇന്റിമസി, ആ സ്നേഹബന്ധം, അത് നമ്മുടെ മനസ്സിനകത്ത് നമ്മൾ ചിലപ്പോൾ ചിലതിലൊക്കെ കണക്ട് ആയിട്ട് നമ്മൾ ചിന്തിക്കും, അവരില്ലെങ്കിൽ ഞാനില്ല, ആ സാഹചര്യം ഇല്ലെങ്കിൽ, ജോലി ഇല്ലെങ്കിൽ എല്ലാം തീർന്നു, ആ വീട്, ആ കാര്യം, ആ ഇന്ന കാര്യങ്ങൾ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ നാം കാണുന്ന ചിലതിലല്ല നമ്മുടെ ജീവിതം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്, നമ്മൾ വിളിച്ച കർത്താവിലാണ്. നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതായത് റിസോഴ്സസ് പലതുണ്ട്. പക്ഷെ സോഴ്സ് എന്ന് പറയുന്ന കർത്താവ് മാത്രമാണ്. നമുക്ക് നമ്മുടെ ജോലി എന്ന് പറയുന്നത് അത് റിസോഴ്സസ് ആണ്. യഥാർത്ഥത്തിൽ നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത് ദൈവമാണ്. ആ കർത്താവിനെ തിരിച്ചറിയുമ്പോഴാണ് ആ ദൈവസ്നേഹം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ യേശുവിന്റെ ജനനത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, യേശുവിന്റെ ജനനം നമ്മുടെ ജീവിതത്തിനകത്ത് ക്രിസ്തുവിലാകുന്ന അനുഭവത്തിലൂടെയാണ് ശരിക്കും പറഞ്ഞ ക്രിസ്തുവിന്റെ ജനനം നമ്മുടെ ജീവിതത്തിൽ അർത്ഥവത്താകുന്നത്. ആരും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിച്ചിരുന്നവനായ ദൈവം, ആർക്കും അടുക്കാൻ കഴിയുന്നവനായിരുന്നില്ല ദൈവം. ആർക്കും അടുത്തുകൂടാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിച്ചിരുന്നവനായ ദൈവം, ആമേൻ, ആരും അടുത്തു വരാൻ താല്പര്യമില്ലാത്ത എന്നിൽ വന്ന് വസിച്ചതാണ് ശരിക്കും ക്രിസ്മസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യേശുവിന്റെ ജനനത്തിന്റെ യഥാർത്ഥ ആഘോഷം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഈ ദിവസങ്ങളിൽ നമ്മൾ ഓരോ നാളും നമ്മളൊന്ന് തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്, എന്നെ ആർക്കും വേണ്ടാതിരുന്നു, ആർക്കും കൊള്ളത്തില്ല എന്ന് ഒരു വിധത്തിലും പ്രയോജനപ്പെടുത്തുന്ന ലോകം പറഞ്ഞ സ്ഥലത്ത് എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് എന്നെ വീണ്ടെടുത്ത കർത്താവ്, എന്നിൽ വസിക്കുന്ന കർത്താവ്, എന്നെ ഞാനാക്കി തീർത്ത കർത്താവ്. അതെ, ഹല്ലേലൂയ. കർത്താവ് എല്ലായിടത്തും, ലോകത്തില് പലരുടെയും ജീവിത സാഹചര്യങ്ങളെ കണ്ടുവെച്ച് ഒരുപക്ഷെ നമ്മൾ നമ്മുടെ ജീവിത സാഹചര്യത്തെ വിലയിരുത്താം. ഇല്ല, ഒരിക്കലുമില്ല. നമുക്ക് നന്മയായിട്ടുള്ളതല്ലാതെ തിന്മയോ ഒന്നും വരാൻ ദൈവം അനുവദിക്കത്തില്ല, ഒരു കാരണവശാലും അനുവദിക്കത്തില്ല. അതായത് നമുക്ക് എബ്രായ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പൂർണ്ണതയെക്കുറിച്ച്, കർത്താവായ യേശുക്രിസ്തുവിന്റെ പൂർണ്ണത, അതായത് മഹത്വം വരിച്ചവനായിട്ട് അവൻ മാറുക. ദൂതന്മാരെക്കാൾ അല്പം താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചത് കൊണ്ട് അവനെ നാം ബഹുമാനവും തേജസ്സും അണിഞ്ഞവനായി നാം കാണുന്നു. അപ്പൊ യേശുക്രിസ്തുവിനെ എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന് 9-ാം വാക്യത്തിൽ പറയുന്നത്, മരണം അനുഭവിച്ചവൻ അവൻ തേജസ്സും ബഹുമാനവും അണിഞ്ഞവനായിട്ട് അവൻ നിൽക്കുക. അപ്പൊ ആ കർത്താവിനെ നമ്മൾ അതിന്റെ 10-ാമത്തെ വാക്യം, എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ, അവിടെ വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കി. അപ്പൊ അവിടെ തികവിനെ കുറിച്ച് കാണുക, പെർഫെക്ഷൻ. ഈ പെർഫെക്റ്റ് ആകുക എവിടെയാണ്? പൂർണ്ണത. യേശുക്രിസ്തുവിന്റെ പൂർണ്ണതയെ കുറിച്ച് അവിടെ പറയുന്നത്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിച്ചത്. അപ്പൊ പൂർണ്ണത എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവത്തിന്റെ പൂർണ്ണത, ആമേൻ, ആ പൂർണ്ണത രക്ഷാനായകനെ തികഞ്ഞവനാക്കി. എങ്ങനെയാണ് തികവുണ്ടായത്? ദൈവത്തിന്റെ തികവെന്ന് പറയുന്നത് നമുക്കറിയാം.
ദൈവത്തിന്റെ സ്നേഹം പഴയ നിയമത്തിൽ നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം, പല മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ ഡിസിപ്ലിൻ ചെയ്യാറുണ്ട്. ആ ഡിസിപ്ലിൻ ചെയ്യുന്നത് വെറുപ്പിൽ നിന്നല്ല, ഡിസിപ്ലിൻ ചെയ്യുന്നത് ആക്ച്വലി സ്നേഹത്തിൽ നിന്ന്. പക്ഷെ സ്നേഹത്തിൽ നിന്ന് ഡിസിപ്ലിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇത് പ്രയാസമായിട്ട് തോന്നാറുണ്ട്. കാരണം അവർക്കത് മനസ്സിലാക്കാനുള്ള പ്രാപ്തിയില്ല, അവർക്കത് തിരിച്ചറിയാനുള്ള പ്രാപ്തിയില്ല. എന്തിനാ എന്റെ മാതാവ് അല്ലെങ്കിൽ അമ്മ എന്തിനാ എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നത്, പപ്പ എന്നെ എന്തിനാ ഇങ്ങനെ വഴക്ക് പറയുന്നത്, പപ്പ എന്നെ ഇത്രയും ശക്തമായിട്ട് ഡിസിപ്ലിൻ ചെയ്യുന്നത് എന്തിനാ, ചോദ്യങ്ങൾ ചോദിച്ചാൽ. കാരണം കുഞ്ഞുങ്ങൾക്ക് അത് മനസ്സിലാകും. നമ്മൾ പഴയ നിയമത്തിൽ കാണുന്ന കർത്താവിന്റെ പ്രവൃത്തി നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ദൈവം സ്നേഹത്തിലാണ് ഇടപെട്ടതല്ല. ശിക്ഷിക്കുമ്പോഴും കർത്താവിന്റെ അകത്തൊരു ആഗ്രഹമുണ്ട്, മറ്റുള്ളവർ നശിച്ചു പോകരുത്. ന്യായപ്രമാണം കൊടുത്തപ്പോഴും കർത്താവിന്റെ ഒരു ആഗ്രഹമുണ്ട്, എങ്ങനെങ്കിലും ജീവൻ പ്രാപിക്കണം. അതാണ് ജീവനാൽ ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായി തീർന്നു എന്ന് നമ്മൾ കാണുന്നത്. അപ്പൊ ദൈവം ന്യായപ്രമാണം കൊടുത്തത് ജീവനായിട്ട്, ന്യായപ്രമാണം കൊടുത്തത് സ്നേഹത്തിന്റെ അടയാളമായിട്ട്. അവരെ ശിക്ഷിച്ചതും ഡിസിപ്ലിൻ ചെയ്തതും ഒക്കെ, അവരെ വിശുദ്ധീകരിച്ചതും ഒക്കെ അവരോടുള്ള സ്നേഹം കൊണ്ടാണ്. അപ്പൊ അവിടെ സ്നേഹത്തെ തന്നെയാണ് നമ്മൾ കാണുന്നത്. അവർ ഓരോ കാലഘട്ടങ്ങളിൽ അവരെ നടത്തി വന്നത്, അവർക്ക് രാജാക്കന്മാരെ നൽകിയത്, ന്യായാധിപതികളെ നൽകിയത്, പ്രവാചകന്മാരെ നൽകിയത്, പുരോഹിതന്മാരെ നൽകിയത്, അവർക്ക് വേണ്ടുന്നതെല്ലാം നൽകി നടത്തി വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവർ കാണുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ്. ചിന്തിച്ചു നോക്കുക, ദൈവം അടിമത്വത്തിൽ കിടന്ന ജനത്തെ വിടുവിക്കാനായിട്ട് അവർ നിലവിളിച്ച് ഞങ്ങളെ വിടുവിക്കണമേ എന്നല്ല പ്രാർത്ഥിച്ചത്. അവരുടെ വേദന കാരണം അവർ നിലവിളിച്ചത്. പക്ഷെ ദൈവം അബ്രഹാമിനോട് ചെയ്ത് തന്റെ വാഗ്ദത്ത നിവൃത്തിക്കായിട്ട് മോശ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എഴുന്നേൽപ്പിച്ചിട്ട്, ഹോരേബിൽ ആട് മേയിച്ചുകൊണ്ടിരുന്ന മോശയുടെ അടുക്കൽ പ്രത്യക്ഷനായി മോശയെ ഒരുക്കിക്കൊണ്ട് ആ ജനത്തെ നയിക്കുവാനായിട്ടുള്ള ഒരുക്കത്തിലാക്കി മോശയെ ഒരുക്കിയെടുത്ത് ആ ജനത്തെ വാഗ്ദത്ത ദേശത്തെത്തിച്ചു. അപ്പോഴും നമുക്ക് കാണാൻ കഴിയും, ആ മരുഭൂമിയിലെ യാത്രയിൽ എത്രയോ സ്ഥലങ്ങളിൽ അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടായി. പക്ഷെ ആ പ്രയാസങ്ങളെ നമ്മൾ നേരാവണ്ണം നോക്കുമ്പോൾ കർത്താവിന്റെ ലക്ഷ്യം എന്താ? എങ്ങനെങ്കിലും തെളിഞ്ഞവരായി, കർത്താവിന്റെ ആ പൂർണ്ണ സ്വഭാവമുള്ളവരായിട്ട് അവരെ വാഗ്ദത്ത ദേശത്ത് എത്തിക്കണം. അപ്പോഴും കർത്താവ് ആഗ്രഹിച്ച ഒരു കാര്യം ഇതാ, ഈ അനുസരണം കേട്ട പിറുപിറുക്കുന്ന തലമുറ നശിക്കുവോളം ഇവരെ മരുഭൂമിയിൽ കൂടെ ചുറ്റി നടത്തും. അവര് മരുഭൂമിയിൽ കൂടെ ചുറ്റി നടത്തും. അപ്പൊ കർത്താവിന്റെ ആഗ്രഹം എന്താ? ഒരു തികഞ്ഞൊരു ജനത, ദൈവ സ്നേഹത്താൽ തികഞ്ഞൊരു ജനത, ദൈവത്തെ മാത്രം ആരാധിക്കുന്ന ഒരു ജനത, ദൈവത്തിന്റെ കൽപ്പനകൾ മാത്രം വസിക്കുന്ന ഒരു ജനത വാഗ്ദത്ത ദേശത്തെത്തണം. അപ്പൊ ദൈവത്തിന്റെ ആഗ്രഹം ദൈവജനത്തിന്റെ നന്മയാണ്. അപ്പൊ ആ പഴയ നിയമത്തിൽ നാം കാണുന്ന ശിക്ഷകളൊന്നും ദൈവജനത്തെ തകർക്കാനോ അവരോടുള്ള വെറുപ്പും കയ്പും കൊണ്ടായിരുന്നില്ല. ആ ഓരോ പ്രക്രിയയും നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രകടനമായിരുന്നു. എന്നാൽ ആ സ്നേഹമൊന്നും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ തികവായിരുന്നില്ല. ദൈവസ്നേഹത്തിന്റെ പൂർണ്ണത നമുക്ക് കാണാൻ കഴിയുന്നത് ക്രൂശിലാണ്. നമുക്ക് ദൈവജനത്തില് 1 യോഹന്നാന്റെ ലേഖനത്തിൽ നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 3:16 എല്ലാവർക്കും അറിയാവുന്ന വാക്യം, തന്റെ ഏകജാതന പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നത് നമുക്ക് എല്ലാവർക്കും വളരെ നന്നായിട്ട് അറിയാവുന്ന വാക്യം. നമുക്ക് യോഹന്നാന്റെ തന്നെ സുവിശേഷത്തില് യോഹന്നാന്റെ ലേഖനത്തില് നമ്മൾ അവിടെ വായിക്കുന്ന ഒരു കാര്യം ഇതാണ്. അതിന്റെ 4-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം, ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിഞ്ഞും വിശ്വസിച്ചും ഇരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ, സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. അപ്പൊ അവിടെ സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുക. എങ്ങനെയാണ് തികഞ്ഞത്? ഈ 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായത്തിൽ 9-ാം വാക്യം, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെട്ടത് എവിടെയാ? ശരിക്കും പറഞ്ഞാൽ ആ സ്നേഹത്തിന്റെ പൂർണ്ണത വെളിപ്പെട്ടത് ക്രൂശിലാണ്. ആ സ്നേഹത്തിന്റെ പൂർണ്ണത വെളിപ്പെട്ടത് ക്രൂശിലാണ്. അപ്പൊ പുത്രനെ തികഞ്ഞവനാക്കി എന്ന് പറയുമ്പോൾ പുത്രനെ സ്നേഹത്തിന്റെ നിറവാക്കി. അതായത് അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കി. ആ കഷ്ടാനുഭവങ്ങളാൽ എന്ത് സംഭവിച്ചു? ദൈവത്തിന്റെ പൂർണ്ണമായ സ്നേഹം അവിടെ വെളിപ്പെട്ടു. അവിടെയാണ്
ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ നിറവ്, അല്ലെങ്കിൽ രക്ഷാനായകന്റെ തികവ് വെളിപ്പെടുന്നത് സ്നേഹത്തിലാണ്. അപ്പൊ നമുക്കവിടെ കാണാൻ കഴിയുന്നത് എന്താ? അഗാധമായ സ്നേഹം. അഗാധമായ സ്നേഹം. ആ സ്നേഹത്തിന്റെ തികവ്, ആ സ്നേഹം വെളിപ്പെട്ടത് ക്രൂശിലാണ്. നമുക്കറിയാം, നീതിമാനായ ദൈവം നീതിയുള്ള ഹൃദയം കൊണ്ട് അബ്രഹാമിനെ നോക്കിയിട്ട് നീതിമാനായിട്ട് കണ്ടു. അബ്രഹാമിന്റെ വിശ്വാസ നീതിയായിട്ട് കണക്കിട്ടു. ഉൽപ്പത്തി പുസ്തകം 15:6 അബ്രഹാം വിശ്വസിച്ച് ദൈവം അത് നീതിയായി കണക്കിട്ടു. നമുക്കറിയാം, വ്യഭിചാരക്കൂട്ടത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ യേശുവിനടുക്ക് കൊണ്ടുവന്നു. അവരെല്ലാരും കല്ലെറിയണമെന്ന് പറഞ്ഞപ്പോ യേശു പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം കല്ലെറിയിട്ട്. അവരാരും കല്ലെറിഞ്ഞില്ല, യേശുവും കല്ലെറിഞ്ഞില്ല. കാരണം യേശു കല്ലെറിയാഞ്ഞത് യേശുവിൽ അവിടെ പറഞ്ഞ പ്രസ്താവനയ്ക്ക് വിപരീതമായിട്ട് എന്തോ യേശുവിൽ ഉള്ളത് കൊണ്ടല്ല യേശു കല്ലെറിയാതെ. അതായത് പാപത്തിന്റെ സ്വഭാവമുള്ള, പാപത്തിന്റെ പ്രകൃതമുള്ള ജനം ആ സ്ത്രീയിലേക്ക് നോക്കിയപ്പോൾ അവളിലെ പാപത്തിന്റെ സ്വഭാവത്തെ മാത്രം അവർക്ക് കാണാൻ കഴിഞ്ഞു. എന്നാൽ നീതിയുടെ നേച്ചറുള്ള, നീതി സ്വഭാവമുള്ള, നീതി ഭാവമുള്ള ദൈവം, യേശു അവളിലേക്ക് നോക്കിയപ്പോൾ അവളിലെ നീതിയെ ദൈവം കണ്ടത്. കർത്താവ് ഒരു കാര്യം മനസ്സിലാക്കി, അവളിൽ വസിക്കുന്ന പാപമാണ് അവളെ ഈ പാപത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ യേശു പറഞ്ഞു, ഇനി പാപം ചെയ്യരുതെന്ന് ഒരു വാക്ക് പറഞ്ഞപ്പോൾ അവളെ അല്ല നശിപ്പിച്ചത്, അവളെ അല്ല കല്ലെറിഞ്ഞു കൊന്നത്, അവളിലെ പാപം കർത്താവിന്റെ ഒറ്റ വാക്കുകൊണ്ട് അവളിൽ നിന്ന് മാറിപ്പോയി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോ നീതിമാനായ ദൈവത്തിന്റെ കണ്ണുകളിലൂടെ അബ്രഹാമിനെ കണ്ടപ്പോൾ നീതിമാനായിട്ടാണ് കണ്ടത്. അതുപോലെ തന്നെ സ്നേഹത്തിന് നിറവായ ദൈവം, സ്നേഹത്തിന് നിറവായ ദൈവം, സ്നേഹം, അതെ, വചനം പറയുന്നത് സ്നേഹം, ദൈവം സ്നേഹമാവും. നമ്മള് ഈ 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം പറയുന്നത് ദൈവം സ്നേഹം തന്നെ, ഗാഡ് ഈസ് ലവ്. അപ്പൊ ഈ സ്നേഹം വന്നപ്പോ ഇതുവരെയും ദൈവ സ്നേഹത്തില് എന്ത് സംഭവിച്ചു? അവരെ ശിക്ഷിച്ചു, പലപ്പോഴും അവരെ അടിച്ചു. എന്നാൽ ദൈവജനത്തിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം, റോമാലേഖനം അതിന്റെ 13-ാം അധ്യായത്തില്, റോമാലേഖനം അതിന്റെ 13-ാം അധ്യായത്തിൽ നാം കാണുന്ന ഒരു കാര്യം ഇതാണ്, 10-ാം വാക്യം. സ്നേഹം കൂട്ടുകാരനോട് ദോഷം പ്രവർത്തിക്കുന്നില്ല, ആകയാൽ സ്നേഹം ന്യായപ്രമാണത്തിന് നിവർത്തി. അപ്പൊ ന്യായപ്രമാണം, യേശു പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ വന്നത് ന്യായപ്രമാണത്തെ നീക്കാനല്ല, നിവർത്തിപ്പാനായിട്ടാണ്. അപ്പൊ ന്യായപ്രമാണത്തെ നിവർത്തി എവിടെയാണ്? അത് സ്നേഹത്തിൽ. അപ്പൊ ഈ സ്നേഹമാണ് ദൈവത്തിന്റെ പൂർണ്ണത, സ്നേഹമാണ് ന്യായപ്രമാണത്തിന്റെ പൂർണ്ണത. അപ്പൊ സ്നേഹത്താൽ ന്യായപ്രമാണം പൂർത്തിയായി. സ്നേഹത്തിൽ ഹല്ലേലൂയ ദൈവികമായ സ്വഭാവത്തിന്റെ പൂർണ്ണത കാണുന്നത് സ്നേഹത്തിൽ. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. ഇങ്ങനെയാണ് സ്നേഹത്തിന്റെ വളരെ നല്ലൊരു വിശദീകരണം നമുക്കവിടെ കാണാനായിട്ട് കഴിയും. 1 കൊരിന്ത്യർ ലേഖനം അതിന്റെ 13-ാം അധ്യായത്തിൽ നാം അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. അതിന്റെ 6-ാം വാക്യം 7-ാം വാക്യം, അനീതിയിൽ സന്തോഷിക്കാതെ, 5-ാം വാക്യം അത് വായിക്കാം. സ്നേഹം നിഗളിക്കുന്നില്ല, ചെറുക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. അപ്പോ സ്നേഹത്തിന്റെ ഈ ആട്രിബ്യൂട്ട്, സ്നേഹത്തിന്റെ ഈ പ്രത്യേകതകൾ വെളിപ്പെട്ടത് ക്രൂശിലാണ്. നമ്മുടെ ദോഷത്തെ കണക്കിടാത്തവനായി, നമ്മുടെ ബലഹീനതകളെ കണക്കിടാത്തവനായി, നമ്മുടെ തെറ്റുകളെ കണക്കിടാത്തവനായി ദൈവം മാറിയ സ്ഥലമാണ് ക്രൂശ്. അതുവരെയും നമ്മുടെ കുറവുകളെ, നമ്മുടെ ബലഹീനതകൾക്ക് തക്കവണ്ണം നമ്മളോട് പ്രതികരിച്ചു കൊണ്ടിരുന്നവനായ ദൈവം ക്രൂശില് യേശുവിനെ യാഗമാക്കി നൽകിയതോടുകൂടെ, സ്നേഹത്തിന്റെ പൂർണ്ണത വെളിപ്പെടുത്തിയതോടുകൂടെ, ഇല്ല, ഇനി നമ്മുടെ കുറവിന്, നമ്മുടെ ബലഹീനതകൾക്ക് തക്കവണ്ണം നമ്മളോട് ഇടപെടുന്നവനല്ല, അവന്റെ നീതിക്ക് തക്കവണ്ണം ഇടപെടുന്നവനാ ദൈവം. പ്രൈസ് ഗോഡ്. ആ നീതിയുടെ ആമേൻ ഹല്ലേലൂയ ഉറപ്പാണ് നിങ്ങളുടെയും എന്റെ അകത്ത് വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട ഹല്ലേലൂയ. അതായത് യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വായിച്ചതായ യോഹന്നാന്റെ ലേഖനത്തിൽ തന്നെ അതിന്റെ 4-ാമത്തെ അധ്യായത്തിൽ 17-ാം വാക്യം, ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു. സ്നേഹം തികഞ്ഞു. അപ്പൊ ദൈവത്തിന്റെ, നമുക്കറിയാം, പുത്രനെ തികഞ്ഞവനാക്കി, തികവുള്ളവനാക്കി എന്ന് പറഞ്ഞാൽ സ്നേഹത്താലാണ് തികവുണ്ടായത്. തികവിന് കാരണമായത് സ്നേഹമാണ്. തികവിന് കാരണമായി തീർന്നത് സ്നേഹമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ ഹല്ലേലൂയ നിങ്ങൾ ഞാനും പ്രാപിച്ചെടുത്തത് ആമേൻ
അവനുമായിട്ടുള്ള കൂട്ടായ്മയെ നമുക്ക് യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 17-ാം അധ്യായത്തില് 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വാക്യം വായിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന് 23-ാം വാക്യം. നീ എന്നെ അയച്ചിരിക്കുന്നെന്നും നീ എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെയും സ്നേഹിക്കുന്നെന്നും ലോകം അറിവാൻ നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായി തീരേണ്ടതിന്. അപ്പൊ യേശുക്രിസ്തു മരിച്ചു പുനരുത്ഥാനം ചെയ്ത് ഇപ്പോൾ എങ്ങനെ യേശു നിൽക്കുന്നത്? തേജസ്സും ബഹുമാനവും അണിഞ്ഞവനായിട്ട്. അപ്പൊ യേശുവിലുണ്ടായിരുന്ന ലോക സ്ഥാപനത്തിനു മുമ്പ് യേശുവിലുണ്ടായിരുന്ന തേജസ് അവൻ നമുക്ക് തന്നു. ആ തേജസ്സിനെ കുറിച്ച് ഇവിടെ പറയുകയാണ്. അതെങ്ങനെയാ? സ്നേഹത്താൽ നമ്മുടെ അകത്ത് പകരപ്പെട്ടത്. ആ തേജസ്സിനെ കുറിച്ച് ഇവിടെ പറഞ്ഞൊരു കാര്യം ഇതാണ്: നാം ഐക്യത്തിൽ തികഞ്ഞവരാകേണ്ടതിന്. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അവിടെ ഈ വാക്യം നമ്മളെ ഉറപ്പിക്കുന്ന ഒരു കാര്യം എന്താ പറയുക? നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം എന്താ പറയുക? നമ്മളെ ശക്തീകരിക്കുന്ന ഒരു കാര്യം എന്താ പറയുക? മഹത്വത്തിലൂടെ, ഹല്ലേലൂയ, ആമേൻ, നാം ഐക്യത്തിൽ തികഞ്ഞവരായി തീർന്നു. അപ്പോ യേശുക്രിസ്തു ആമേൻ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി എന്ന് പറയുമ്പോൾ, കഷ്ടാനുഭവങ്ങളാൽ പിതാവും പുത്രനും തമ്മിൽ ഐക്യം, അതായത് വൺനെസ് സ്ട്രോങ് ആയി. എങ്ങനെയാണെന്നറിയാമോ? നിങ്ങളും ഞാനും ആ കൂട്ടായ്മയുടെ ഭാഗമായി മാറി. ഹല്ലേലൂയ. പിതാവും പുത്രനും ഒന്നായിരിക്കുന്ന പോലെ നാമും അവനിൽ ഒന്നാകുന്ന പ്രാപ്തിയിലേക്ക് നമ്മളായിത്തീർന്നു. അതായത് ഹല്ലേലൂയ, പ്രിയപ്പെട്ടവരെ, അതിനെ അല്പം വിശദമായി മനസ്സിലാക്കിയാൽ ഇത്രയേ ഉള്ളൂ. അതായത് യേശുക്രിസ്തു പിതാവിനെ അനുസരിച്ച് മരിച്ചു. നാം പുത്രനായ യേശുവിനെ വിശ്വസിച്ച് നാം മരിച്ചു. നമുക്ക് സംഭവിച്ച ജഡപ്രകാരം ഒരു മരണമല്ല. നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് പിടിവാശി, ദുർസ്വഭാവങ്ങൾ, ദ്രവ്യാഗ്രഹം, പാപം, അഴുക്ക് നമ്മുടെ അകത്തായിരുന്നു. പക്ഷെ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചപ്പോൾ നമ്മളിലെ ജഡസ്വഭാവം മരിച്ചുപോയി. അപ്പോൾ അവിടെ എന്നാൽ യേശുവിൽ നാം കാണുന്നത്, യേശു എനിക്ക് വേണ്ടി ജഡത്തിൽ ശിക്ഷ അനുഭവിച്ചു. യേശു ജഡത്തിൽ എനിക്ക് വേണ്ടി പാപത്തെ സഹിച്ചു. നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു കാര്യം റോമാലേഖനം 8-ാം അധ്യായം 3-ാം വാക്യം. അങ്ങനെ ന്യായപ്രമാണത്തിന് കഴിയാതെ പോയതിനെ സാധിപ്പിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡ നിമിത്തവും പാപജഡത്തിന്റെ സാദൃശ്യത്തിലും അയച്ച് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. യേശുക്രിസ്തു ജഡത്തിൽ ശിക്ഷ വിധിച്ചു. എന്താണെന്ന് വെച്ചാൽ കാണുന്ന മേഖലയിലായിരുന്നു നമുക്കൊരു വിടുതൽ വേണ്ടിയിരുന്നത്. നമ്മൾ കാണാതെ വിശ്വസിക്കുന്നവരല്ല, മനുഷ്യനെല്ലാം കാണണം. അതുകൊണ്ട് മനുഷ്യൻ കാണത്തക്കവണ്ണം പരസ്യമായിട്ട് അവനെ നിർത്തിയിരിക്കാൻ, കണ്ട് വിശ്വസിക്കാനായിട്ട്, കണ്ടൊന്ന് തിരിച്ചറിയാനായിട്ട്, യേശുവിന്റെ ക്രൂശിനെ കണ്ട് ജീവിതത്തിൽ രൂപാന്തരം വരാനായിട്ട് ആ ജഡപ്രകാരം അവൻ നമ്മുടെ പാപത്തെ ചുമന്നുകൊണ്ട് ക്രൂശിൽ മരിച്ചു. അങ്ങനെ ജഡപ്രകാരം മരിച്ച യേശുവിനെ കണ്ടപ്പോ ഹല്ലേലൂയ, നമ്മളിൽ മാറ്റം ഉണ്ടായത് ജഡത്തിലല്ല, മനസ്സിൽ മാറ്റം ഉണ്ടായി, സോളിൽ മാറ്റം ഉണ്ടായി, പ്രകൃതത്തിൽ മാറ്റം ഉണ്ടായി, സ്വഭാവത്തിൽ മാറ്റം ഉണ്ടായി. അതായത് പ്രിയപ്പെട്ടവർ, ഹല്ലേലൂയ, യേശു ആമേൻ അനുസരിച്ച് ജഡപ്രകാരം മരിച്ചപ്പോ ആമേൻ നാം വിശ്വസിച്ച് നമ്മുടെ ആത്മപ്രകാരം നമ്മൾ മരിച്ചു. അതായത് നമ്മുടെ സോളിൽ നാം മരിച്ചു. യേശുക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് നമ്മിൽ വസിക്കുമ്പോൾ നാം മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിൽ വസിക്കുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അതാണ് ഐക്യത്തിന്റെ തികവ്. യേശുക്രിസ്തു പിതാവിനെ അനുസരിച്ച് മരിച്ചു. അത് ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 6-7 വാക്യങ്ങളിൽ ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അങ്ങനെ ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്ന കർത്താവ്, ആ അനുസരണത്തിലൂടെ ഹല്ലേലൂയ അവൻ പിതാവിനെ പ്രസാദിപ്പിച്ചപ്പോ, ആ ക്രൂശി മരണത്തിലൂടെ യേശുക്രിസ്തു പിതാവിനെ പ്രസാദിപ്പിച്ചപ്പോ, എബ്രായ ലേഖനം അതിന്റെ 11-ാം അധ്യായം 6-ാം വാക്യം പറയുന്നു, വിശ്വാസം കൊണ്ട് അത് ആർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. യേശു ക്രൂശിൽ തന്റെ ശരീരത്തിൽ മരണമേറ്റിട്ട് അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചപ്പോ നിങ്ങളും ഞാനും ആമേൻ ആ ക്രൂശിൽ മരിച്ച് യേശുവിനെ വിശ്വസിച്ചിട്ട് ദൈവത്തെ പ്രസാദിപ്പിച്ചു. അപ്പോ അവിടെ യേശുക്രിസ്തു ഹല്ലേലൂയ ആമേൻ ജഡപ്രകാരം ഒരു മരണത്തെ അവൻ ഏറ്റെടുത്തപ്പോ അവൻ എന്തായിട്ട് മാറി? ഹല്ലേലൂയ, ദൈവിക ഭാവം ഉണ്ടായിരുന്നു, മാനുഷിക ഭാവമുള്ളവനായിട്ട് മാറി.
അതായിരുന്നു യേശുവിന്റെ മരണം. ദൈവിക സ്വഭാവമുള്ള, ദൈവിക നേച്ചറുള്ളവൻ, ദൈവം തന്നെ അവൻ മനുഷ്യന്റെ സ്വഭാവത്തിലേക്ക് മാറി. എന്നാൽ നമ്മുടെ മരണം എന്താണെന്നറിയോ? മാനുഷിക സ്വഭാവമുള്ളവർ ദൈവിക സ്വഭാവത്തിലേക്ക് മാറി. അതാണ് നമ്മളിൽ നടന്ന മരണം. അതായത് പാപവും അഴുക്കും അശുദ്ധിയും നിറഞ്ഞിരുന്നവരായ നമ്മൾ, അകൃത്യത്തിൽ കിടന്നിരുന്നവരായ നമ്മൾ, പാപത്തിലും ദൈവഹിതമല്ലാത്ത സകല കാര്യത്തിലും കടന്നിരുന്നവരായ നമ്മള്, മാനുഷിക പ്രകൃതം ഉണ്ടായിരുന്നു നമ്മള് ദൈവിക സ്വഭാവമാകുന്ന സ്നേഹത്തിലേക്ക്, ക്ഷമയിലേക്ക്, വിശുദ്ധിയിലേക്ക്, ദൈവകൃപയിലേക്ക് മാറി വന്നു. നമ്മുടെ അകത്തെ മനുഷ്യനെ മാറ്റി. അതാണ് ശരിക്കും പറഞ്ഞാൽ ഹല്ലേലൂയ നമ്മിൽ സംഭവിച്ച മരണം. ഹല്ലേലൂയ. അപ്പോ യേശുക്രിസ്തു ജഡത്തിൽ മരിച്ച് അവൻ തികഞ്ഞവനായി തീർന്നപ്പോ നമ്മള് ഹല്ലേലൂയ നമ്മുടെ അകത്തെ മനുഷ്യനെ അഴുക്കിനെ വിട്ടുകൊടുത്ത്, പാപത്തെ വിട്ടുകൊടുത്ത്, ഇല്ല ഇനി ഞാൻ അങ്ങനെ തുടരാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് നമ്മുടെ അകത്തെ മനുഷ്യനെ മരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. ക്രിസ്തുവിൽ ഹല്ലേലൂയ നാം ജീവിക്കുക. അതായത് യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് നമ്മിൽ ജീവിക്കുക, നാം മരിച്ചിട്ട് ക്രിസ്തുവിൽ ജീവിക്കുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അവിടെ നമുക്ക് ദൈവിക സ്വഭാവം ഉണ്ടായിരുന്നു, ദൈവിക ഭാവം ഉണ്ടായിരുന്ന അവൻ, ദൈവിക ഭാവത്തിന് അവൻ കാരണക്കാരനായിരുന്ന അവൻ ഹല്ലേലൂയ മാനുഷിക സ്വഭാവത്തിലേക്ക് ഇറങ്ങി വന്നതായിരുന്നു ഏറ്റവും വലിയ മരണം. അതാണ് യേശുവിന്റെ ജനനം. ദൈവിക സ്വഭാവം ഉണ്ടായിരുന്നു, ഡിവൈൻ നേച്ചർ ഉണ്ടായിരുന്നു, മഹത്വത്തിൽ നിറഞ്ഞവൻ, തേജസ്സിൽ നിറഞ്ഞവൻ, വിശുദ്ധിയിൽ നിറഞ്ഞു നിന്നവൻ. അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ അധർമ്മികളുടെ കൂടെ എണ്ണപ്പെട്ടു. നമ്മുടെ അകൃത്യം, നമ്മുടെ കുറവുകൾ, നമ്മുടെ അതിക്രമങ്ങൾ അവന്റെ മേൽ ചുമത്തപ്പെട്ടു, അവന്റെ മേൽ ചുമത്തപ്പെട്ടു. അപ്പൊ യേശുക്രിസ്തുവിൽ കാണുന്നത് അവൻ ദൈവിക സ്വഭാവം ഉണ്ടായിരുന്നു, ദൈവിക ഭാവം ഉണ്ടായിരുന്നു. അവൻ മാനുഷിക ഭാവമുള്ളവനായിട്ട് മാറി. അതാണ് അവൻ ക്രിസ്തുവിൽ സംഭവിച്ചത്. യേശുവിന്റെ ജനനത്തിൽ അതാ സംഭവിച്ചു. എന്നാൽ നാം മാനുഷിക സ്വഭാവമുള്ള, ക്ഷമിക്കാൻ കഴിവില്ലാത്ത, സ്നേഹിക്കാൻ കഴിവില്ലാത്ത, ധൈര്യപ്പെടാൻ കഴിവില്ലാത്ത, ദൈവത്തെ പിതാവ് എന്ന് വിളിക്കാനായിട്ടുള്ള ധൈര്യമില്ലാതിരുന്ന നാം, മാനുഷികമായ സ്വഭാവത്തിൽ അങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരുന്ന നാം ദൈവിക സ്വഭാവത്തിലേക്ക് മാറിയതാണ് നിങ്ങളിലും എന്നിലും നടന്ന മരണം. അതായത് നിങ്ങളിലും എന്നിലും ക്രിസ്തു ജനിച്ചു എന്ന് പറയുന്നത് ആ ഒരു പോയിന്റിലാണ്. അതേ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, അവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ തികവിരിക്കുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ വർധന വിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാം? പരിശുദ്ധാത്മാവില് ആമേൻ പൗലോസ് ലേഖനം എഴുതിയപ്പോ പൗലോസ് പറഞ്ഞൊരു കാര്യം ഇതാണ്. ഹല്ലേലൂയ. ആമേൻ ക്രിസ്തുവിന്റെ ആമേൻ പരിജ്ഞാനത്തെ കവിയുന്ന, എഫേസ്യ ലേഖനം 3-19 വാക്യം, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം. അപ്പോ അവിടെ എന്താണ് നാം നിറവുള്ളവരായി തീരുന്ന എപ്പോഴാ? നമ്മൾ പെർഫെക്റ്റ് ആകുന്ന എപ്പോഴാന്ന് അറിയാമോ? ആമേൻ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുമ്പോൾ, അതെ, ആ സ്നേഹത്തെ കുറിച്ച് അറിയുമ്പോഴാണ് നാം തികഞ്ഞവരാകുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ഗാഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ആ സ്നേഹത്തിന്റെ അറിവില്ലേ, അവിടെ നാം തികഞ്ഞവരായി മാറുക, തികഞ്ഞവരായി തീരുക. ഹല്ലേലൂയ. നാം തികഞ്ഞവരായി തീരുക. ആമേൻ. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. അവിടെയാണ് അതിന്റെ 4-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു വന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. അപ്പൊ സ്നേഹത്തിൽ ആണ് നമ്മൾ ക്രിസ്തുവിന്റെ പൂർണ്ണതയോളം എത്തുന്നത്, സ്നേഹത്തിലായി തീരുമ്പോഴാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിനകത്ത് യേശുവിന്റെ ജനനം ആഘോഷിക്കുമ്പോൾ അതിനപ്പുറമായി നമ്മുടെ ജനനം, യേശു ഈ ഭൂമിയിൽ വന്നത് നമുക്ക് വേണ്ടി മരിക്കാനായിട്ട് വന്നതാണ്. അതിനായിട്ടാണ് യേശു ഭൂമിയിൽ ജനിച്ചത്. എന്നാൽ നാം വീണ്ടും ജനിച്ചത് യേശുവിന് വേണ്ടി ജീവിക്കാനായിട്ടാണ്, കർത്താവിന് വേണ്ടി ജീവിക്കാനായിട്ടാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് തിരിച്ചറിയാൻ പറ്റുമോ? യേശു ഈ ഭൂമിയിൽ വന്ന് മരിച്ചത് ജഡപ്രകാരം, എന്നാൽ നാം മരിച്ചത് ഹല്ലേലൂയ ജഡപ്രകാരമുള്ള മരണമല്ല. നമ്മുടെ അകത്തെ മാനുഷിക ഭാവത്തിന്, മാനുഷിക സ്വഭാവത്തിന്, ആദാമിന്റെ സ്വഭാവത്തിന് നാം മരിച്ച് ക്രിസ്തുവിൽ ജീവിക്കുകയാണ്. അതാണ്, അവിടെയാണ് യേശുവിന്റെ ജനനത്തിന്റെ ആഘോഷം യഥാർത്ഥ ആഘോഷമായി മാറുന്നത്. ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, ആമേൻ, ക്രിസ്തുവിലുള്ള ഈ സന്തോഷത്തിൽ
ഏതെങ്കിലും ഒരു ദിവസങ്ങൾ ഒതുങ്ങി നിൽക്കുന്ന ഒരു ആഘോഷമായിട്ടല്ല, ജീവിതം തന്നെ ആഘോഷമായി, നിത്യതയോളം ആഘോഷമായി മാറട്ടെ. അതിന് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങളെ കേൾപ്പിച്ച ആലോചനയ്ക്കായി സ്തോത്രം, ഞങ്ങളോട് സംസാരിച്ച വചനത്തിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ മാനുഷിക സ്വഭാവമുള്ള ഞങ്ങളെ ദൈവിക സ്വഭാവത്തിലേക്ക് അവിടുന്ന് രൂപാന്തരപ്പെടുത്തിയതിനായി സ്തോത്രം. കർത്താവെ, ആ ഭാവം തിരിച്ചറിഞ്ഞ് വാഴുവാൻ, ജീവിപ്പാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ, ഞങ്ങളുടെ ബലഹീനതകളെ എല്ലാം ഞങ്ങളെ എടുത്തു മാറ്റാൻ പരിശുദ്ധാത്മ സ്നേഹത്തിൽ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ ചുറ്റുപാടുകളുടെ തികവ് നോക്കി ഞങ്ങൾ തികവുള്ളവരാകാനല്ല, ഞങ്ങളുടെ അകത്ത് തികവ് വന്നിട്ട് ആ തികവ് നിമിത്തം ചുറ്റുപാടുകളിലെ തികവുകളെ കാണാനായിട്ട് പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണം. ഹല്ലേലൂയ. അതേ കർത്താവേ, ഞങ്ങളുടെ ചുറ്റുപാടുകൾ എല്ലാവരും നല്ലവരായതിനു ശേഷം ഞങ്ങൾ നല്ലവരാകാനല്ല, ഞങ്ങളുടെ അകത്ത് നന്മ വന്നിട്ട് ചുറ്റുപാടുകളിലെ നന്മയെ കണ്ട് ആ നന്മയിൽ വസിപ്പാൻ പരിശുദ്ധാത്മാവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. ആരെങ്കിലും രോഗത്താലും ഭാരത്താലും നിരാശയിലുമായി ഈ പ്രോഗ്രാം കാണുന്നെങ്കിൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിനകത്തുനിന്ന് ആ നിരാശകൾ മാറിപ്പോട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ, രോഗങ്ങൾ മാറിപ്പോകട്ടെ, അസാധ്യതകൾ മാറിപ്പോകട്ടെ, അത്ഭുതങ്ങൾ അവരിൽ നടക്കട്ടെ. കർത്താവ്, അവരുടെ അവസ്ഥകൾ മാറി അവരുടെ അടയാളമായി, അവർ ലോക രാജ്യങ്ങൾക്കൊരു അടയാളമായി തീരട്ടെ. കർത്താവ്, അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേലെ തകർന്നു കിടപ്പുണ്ടെങ്കിൽ അതേ കർത്താവ്, തകർച്ചയുടെ കാഴ്ചപ്പാടിൽ നിൽക്കാതെ ജയത്തിന്റെ കാഴ്ചപ്പാടിൽ കാര്യങ്ങളെ ഫേസ് ചെയ്യാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായിട്ട് നന്ദി. മഹത്വം അർഹപ്പെട്ട കുഞ്ഞാടിൻ യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതായത് ഈ ദൈവവചനത്തെ നമ്മൾ പഠിക്കും തോറും മനസ്സിലാക്കും തോറും അതിന്റെ ആഴം നമ്മുടെ ചിന്തകൾക്ക്, നമ്മുടെ അറിവിനുമെല്ലാം അതീതമായി തീരും. നമുക്ക് കർത്താവിന്റെ സ്നേഹം തിരിച്ചറിയുമ്പോൾ നാം പരിപൂർണരാണ് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് നമ്മളെ വിലയിരുത്തിയ നമുക്ക് കുറവുകളെ പറയാനുള്ളൂ മറ്റുള്ളവരെ കുറിച്ച്. പക്ഷെ നമ്മൾ കർത്താവിന്റെ സ്റ്റാൻഡേർഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാകുന്നത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന് സ്വസ്ഥതയുണ്ടാകും. അതുകൊണ്ട് ദിവസങ്ങളിൽ ചുറ്റുപാടുകളെ കണ്ട് അസ്വസ്ഥരാകാതെ, അതെല്ലാം ഒന്ന് പെർഫെക്റ്റ് ആയി കഴിഞ്ഞ് ഞാൻ പെർഫെക്റ്റ് ആകാമെന്നല്ല, നമ്മുടെ ഉള്ളിൽ ആ പെർഫെക്റ്റ് മെന്റാലിറ്റി ഉണ്ടാകുമ്പോൾ നമുക്ക് ചുറ്റുപാടുകൾ നമ്മൾ പെർഫെക്റ്റ് ആസ്വദിക്കാൻ പറ്റും. ഒരു പ്രതികൂലത്തിലും നിങ്ങളെ തകർക്കാൻ സാധ്യമല്ല. ആ പ്രതിസന്ധികളുടെ നടുവിൽ നമ്മൾ ചിരിച്ചുകൊണ്ട് നിൽക്കും. കാരണം നമുക്കറിയാം, ഐ ആം പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ്. ഈ ദിവസങ്ങളിൽ ക്രിസ്തുവിന്റെ ജനനം ആഘോഷിച്ച് അതിന്റെ ഒഴുക്കിൽ പോകുന്നവരായിട്ടല്ല, നമ്മുടെ വീണ്ടും ജനനം ആഘോഷിച്ച് ആമേൻ അതിൽ നിലനിൽക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ പ്രോഗ്രാം കാണാൻ നിങ്ങൾ സമയം കണ്ടെത്തിയത് വളരെ സന്തോഷം. നിങ്ങൾ മറ്റുള്ളവർക്ക് ഈ പ്രോഗ്രാം പരിചയപ്പെടുത്തുക. ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.